ഇത് നിങ്ങൾ നാട്ടുകാർക്ക് ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നതിൻ്റെ ഞെട്ടലാണെന്നറിയാം. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇവൻ്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു നിങ്ങൾ കാണുന്നതല്ലേ? ഞാൻ മനസ്സിലാക്കിയത് ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം ഉൾപ്പെടെ ഉള്ള മുറിവ്, കുഞ്ഞിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലുള്ള മുറിവ്, കുഞ്ഞിൻ്റെ ദേഹത്തിലുള്ള മുറിവ്, കുഞ്ഞിൻ്റെ രണ്ട് കൈയിലുള്ള പൊട്ടൽ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവൻ ഒരു സൈക്കോ ക്രിമിനലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞിനെ മൃഗീയമായി ഇവൻ മുറിയിലും വീട്ടിലും ഒക്കെ ഇട്ട് ഉപദ്രവിക്കുന്നത് വീട്ടിലെ മറ്റംഗങ്ങൾ അറിഞ്ഞില്ലേ? 5ഓളം പേരല്ലേ ഇവിടെ ഉണ്ടായിരുന്നു? തീർച്ചയായും ഞങ്ങളുടെ നാട്ടുകാരുടെ മൊത്തം സംശയം. കാരണം ഈ ഒരു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ഒരു ക്രൂരത നമ്മുടെ മുന്നേ വെച്ച് ഇറങ്ങേറുമ്പോൾ ആ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട്, അറിവുണ്ട്. അവരുടെ എല്ലാം മൗന സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ എല്ലാം സമ്പൂർണ്ണമായ അനുവാദത്തോടെ ആയിരിക്കാം ഉറപ്പായിട്ടും ഈ കുഞ്ഞിനെ നശിപ്പിച്ചത് അല്ലെങ്കിൽ കൊന്നത്. ഉറപ്പാണ്. അവരും ഈ കൂട്ടുപ്രതികളായിട്ട് വരേണ്ട ആൾക്കാർ തന്നെയാണ് തീർച്ചയായും അവർ. കാരണം അവരുടെ അനുവാദം, അവരുടെ കൺമുന്നിൽ നടക്കുന്ന സംഭവം അവരറിയാതെ എന്തായാലും ഒരു വീട്ടിനകത്ത് നടക്കുന്ന സംഭവം പുറം ലോകത്തെ അവരെ അറിയിച്ചിട്ടില്ല. അവരെല്ലാം ആ റൂമിനകത്ത് ആ വീട്ടിനകത്ത് ഒതുക്കി നിർത്തി ആ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് അവരുടെ അറിവോട് തന്നെയാണ്. അവരെല്ലാം ഇന്നലെ ഉച്ചയോടെ വന്ന് ഈ വീട് നന്നായിട്ട് വൃത്തിയാക്കുകയും തുണികളൊക്കെ എടുത്ത് വാരി കത്തിക്കുകയും ബുക്കുകൾ ഉൾപ്പെടെ പേപ്പറുകൾ കത്തിക്കുകയും ചെയ്തിരിക്കുന്ന തീർച്ചയായും അത് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചൊല്ലി പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ പോലുള്ള സാധാരണക്കാർക്ക് അവിടെ ചെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞങ്ങൾ ചുറ്റുവട്ടം പരിശോധിച്ച സമയത്താണ് ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ കത്തിച്ചത് കാണുന്നത്, ഒരു ലെറ്റർ കിട്ടിയത് അത് കാണുന്നത്, അതിൻ്റെ കോപ്പി ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് കാണുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്വേഷണം ലെവലിൽ ഉദ്യോഗസ്ഥ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളെക്കാൾ ഒരുപടി മുന്നേ കൂട്ടി ചിന്തിക്കുകയും അവർ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. തീർച്ചയായും ആ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കൽ ഉറപ്പായിട്ടും അവിടെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരാളല്ല ഒരുക്കി കൊടുത്തവർ, കൂട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്തവർ, അല്ലെങ്കിൽ നോക്കി നിന്നവർ, ഇങ്ങനെ എല്ലാവരും പ്രതികളാവണം. കാരണം ഈ ഒരു ക്രൂരതയ്ക്ക് അത് തന്നെ ആയിരിക്കണം ശിക്ഷ, ഈ ക്രൂരതയ്ക്ക്. പക്ഷെ ഇവിടെയും നമുക്ക് മനസ്സിലാകാത്തത് എന്തിനു കൊന്നു എന്നുള്ളതാണ്. അത് വേറെ ആരുടെയെങ്കിലും കുഞ്ഞിനെ എനിക്ക് നോക്കാൻ ബാധ്യതയില്ല എന്നുള്ള നിലയിലാണ്. ഇതിപ്പോ നിലവിൽ അതാവാനാണ് സാധ്യത. കാരണം ഈ അഖില എന്ന് പറയുന്നതും അഷ്കർ. അപ്പോൾ ഈ അഖിലയുടെ രണ്ടാം വിവാഹമാണ് അഷ്കറിന്റെ രണ്ടാം വിവാഹമാണ് അഖില. ആദ്യത്തെ ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നാണ് അറിവ്. ഇവിടെ നമുക്കറിയുന്ന ഒരു സ്ഥലമല്ല. അല്ലല്ല, നമുക്കറിയുന്ന സ്ഥലമല്ല. കരിമങ്കോടോ അങ്ങനെ ഒരു സ്ഥലം പറയുന്നത് കേട്ടു. അപ്പൊ ഈ അഖില ഡാൻസുകാരിയൊക്കെയാണ് ആണെന്ന് പറയുന്നു. അപ്പം ഈ അഖിലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതിയാണോ ആദ്യ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ കാരണം? അതിനെ കുറിച്ച് ഇവിടെ വന്നിട്ട് തന്നെ ഇവര് വാടകയ്ക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വിശദമായിട്ടൊന്നും അതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും അതാവാനാണ് സാധ്യത. അതെങ്ങനെയാ? ജനേന്ദ്രിയത്തൊക്കെ വളരെ മാരകമായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവൻ ശരിക്കും ഒരു സൈക്കോയായി മാറിയെന്ന് അല്ലെങ്കിൽ ഇത്രയും മൃഗീയമായിട്ട്. ഇനി ഇവൻ അവന്റെ വീട്ടിൽ തന്നെയുള്ള മറ്റു കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിരുന്നോ? അതും അറിയില്ല. ഞാൻ ചോദിച്ചാലും ഇപ്പം അവരെവിടെയാണുള്ളത്? അവര് എവിടെയാണെന്നൊരു പിടിയുമില്ല. അവന്റെ സഹോദരിയുടെ ഭർത്താവ് നെടുമങ്ങാട് സ്റ്റേഷനിൽ 10 മണി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ വിശദമായിട്ട് ഇതിന് സമാനമായ നേരത്തെയും ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോ, കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. പോലീസ് കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. DSP അടക്കം പെൺമുടി CIക്കാണ് ചാർജ് കൊടുത്തിട്ടുള്ളത്. പുള്ളി അടക്കം കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ട്. ഇന്നിപ്പം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നല്ല മഴ പെയ്യുകയാണ്. നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നാട്ടുകാർ നമ്മളെ കാണിച്ചു തന്നത് അവിടെ പലതും ഇതുപോലെ വീട് നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കുന്നു, പിൻവശത്ത് എന്തൊക്കെയോട്ട് കത്തിച്ചിരിക്കുന്നു. ഈ നിലയിൽ തെളിവുകളൊക്കെ നശിച്ചു പോയതിന് ശേഷം പിന്നെ വന്നിട്ട് കാര്യമില്ല. ഇതുവരെ അവർ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അവർ രാത്രി ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഫോറൻസിക് എല്ലാം വന്ന് അവർ വിശദമായ പരിശോധന നടത്തി അവർ കിട്ടാവുന്ന തെളിവുകളൊക്കെ വെച്ച് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടിയിട്ടില്ല, ഇതൊന്നും കണ്ടെടുത്തിട്ടുമില്ല. ജനപ്രതിനിധിയും നാട്ടുകാരും പത്രപ്രവർത്തകരുമായി ധാരാളം പേർ അവിടെ കൂടിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ മുഖ്യപ്രതി അഷ്കറിനെ ഇവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവരും. പക്ഷേ ഈ വീട്ടിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് എടുത്ത ഒരു പേപ്പറാണ്, ഒരു എഴുത്താണ് ഇത്.
ഇതിൽ ആ കുഞ്ഞിനെക്കുറിച്ചാണ് കൂടുതലും പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് ഈ വായിച്ചവരൊക്കെയും പറയുന്നത്. ഇത് പോലീസിന് കൈമാറാൻ വേണ്ടി ഇവിടെ സൂക്ഷിക്കുന്നതാണ്. എനിക്ക് കുഞ്ഞിനെ കാണാനൊരവസരം പോലും കിട്ടുന്നില്ല എന്നൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇത് പോലീസിനോ മറ്റോ കൊടുക്കാനായി തയ്യാറാക്കിയ ഒരു പരാതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഖ്യപ്രതിയുടെ കൂട്ടുകാരി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അയാൾ വിവാഹം കഴിച്ചത് വേറൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ പൊട്ടക്കിണറ്റിൽ എന്തോ തള്ളിയിട്ട് മാരകമായി മുറിവേറ്റ ആ കുട്ടി കോമാ സ്റ്റേജിലാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതിൻ്റെ കണ്ണീർ കഥകൾ വേറെ. ഈ അഷ്കർ എന്ന ആ ഒരു മാന്യൻ എത്രമാത്രം ഇവിടെ ഒരു ജീവിതത്തെ മറച്ചു വെച്ച് ജീവിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മളത് ആ പോലീസ് ഉദ്യോഗസ്ഥന് നാട്ടുകാർ കൈമാറുന്നത് കണ്ടു. ഫോറൻസിക്കുകാർ വന്നിട്ട് ഇതൊന്നും കാണാതെ പോയി. വൈകുന്നേരം പോസ്റ്റ്മോർട്ടത്തിൽ അതൊരു കൊലപാതകമാണ് അറിയുന്നതുവരെ അത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു എന്ന ആ വീട്ടുകാർ ആ വീടും പരിസരമൊക്കെ നിങ്ങളൊന്ന് കാണണം. മുഴുവൻ സാധനങ്ങൾ കത്തിച്ചിരിക്കുന്നു. ബാക്കി എല്ലാ തുണികളും കഴുകി വൃത്തിയായി പുറത്ത് അയയിലിട്ടിട്ടുണ്ട്. അത് ഈ കുട്ടി മരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്ന ഈ പ്രതിയുടെ സഹോദരിയും അമ്മയും ഒക്കെ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയോ ആ ദുരൂഹതകൾ നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇത്രമാത്രം വീട്ടിനകത്തുള്ള എല്ലാ തുണിയും ഈ പെരുമഴക്കാലത്ത് നനച്ച് വൃത്തിയായി ഇട്ടിരിക്കുകയാണ്. അല്ലാത്തവ കത്തിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ഈ കൂട്ടുകാരുടെയൊക്കെ അറിവോടെയാണോ, നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ല, വീട്ടിലുള്ളവരുടെ അറിവോടെയാണോ ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് എന്ന് പോലും നാട്ടുകാരുടെ സംശയമാണ്. എല്ലായിടത്തും മൂകസാക്ഷിയായിട്ട് ഒരു പാവം പെറ്റുണ്ടാവും. അത് ഇപ്പോൾ അനാഥനായിട്ട് അവിടെ ഇരിക്കുകയാണ്. നാട്ടുകാർ ഇവിടെ കാത്തിരിക്കുന്നത് ഈ അഷ്കർ എന്ന പ്രതിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എവിടെയോ എന്തൊക്കെയോ താളപ്പിഴകൾ ശരിക്കും മണക്കുന്നുണ്ട്. നമുക്ക് നാട്ടുകാരോട് തന്നെ ചിലത് ചോദിക്കാം. നമ്മുടെ ഈ ഭാഗത്ത് നോക്കുമ്പോഴേ ഈ ഇന്നലെ ഞാൻ നോക്കിയ ഇതിൻ്റെ കാര്യങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് നടന്നു എന്ന് തോന്നിക്കുന്ന ചില കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതെ, തീർച്ചയായും. അതെന്താണ് ഇതിപ്പോ ഇത് കൊലപാതകമാണെന്നുള്ളത് മറച്ചു വെക്കാനായിട്ടായിരിക്കണം. ഇതൊരു വാടക വീടാണ്. അത് പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ, അതായത് കൊലപാതകമാണെന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിട്ട് അത് നശിപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാം കത്തി നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോയി നോക്കി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ കിട്ടിയ ഒരു കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കുട്ടിയെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളത് ആ കത്തിലൊരു അംശത്തിൽ കാണുന്നുണ്ട്. അവിടെ ഇപ്പോ ചാനലായിരുന്നു ഇപ്പോൾ അവർക്ക് ചോദിച്ചത്. അത് അറിയത്തില്ല, കത്തിച്ചതിന്റെ അവശിഷ്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. കുട്ടിയെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കത്തിച്ചിട്ടുണ്ട്, അതും കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അത് മുഴുവനായിട്ട് കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതെ, ശരിക്കും ഈ ഭാഗത്തേക്ക് ഒരു നാട്ടുകാരൊന്നും വരുന്നൊരു സ്ഥലമല്ല. അല്ലല്ല, ഇങ്ങോട്ട് ഇനി അധികം വീടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വീട് തന്നെ അവർ തിരഞ്ഞെടുത്തത്. ഇതേ സാഹചര്യത്തിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും ക്രൈം കൂടി നടന്നിരിക്കാനും സാധ്യത വേണമെങ്കിൽ കുഞ്ഞിന്റെ 2 കൈ ഒടിഞ്ഞതാണ്. 2 കൈയും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാസ്റ്റർ പോലും ഇളക്കി അവിടെ കളഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോലും പോകാതെ ആ പ്ലാസ്റ്റർ പോലും ഇളക്കി അവിടെ കളഞ്ഞിട്ടുണ്ട് മറുവശത്ത്. അതെ അതെ. ഇവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്നതാണോ? ഇല്ല, പേഴ്സണലി അറിയുന്നതല്ല. ഇവരിവിടെ ഉള്ള ആൾക്കാരല്ല. ഇവരിവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചതാണ്. ഇപ്പോൾ ഒരു 6 മാസം ആവൂലേ? 6 മാസം ആവൂല്ലേ? മാക്സിമം 6 മാസം. പിന്നെ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് 2 മാസം ആവുള്ളൂ. 1-2 മാസം കൊച്ചിനെ കൊണ്ട് വന്നിട്ട് അത്ര ആവുള്ളൂ. കുട്ടിയുടെ രണ്ടാനച്ഛനാണെന്ന് പറയപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ പ്രതിയുടെ സഹോദരനും അല്ലേ കുടുംബമാണ് ഇവിടെ താമസിച്ചത്? അത് പ്രതിയുടെ സഹോദരിയും കുടുംബമാണ് ഇവിടെ താമസിച്ചത്. വാടകയ്ക്ക് എടുത്തത് ഈ വീട്. അതിനുശേഷമാണ് ഇവരിവിടെ വന്നത്. അപ്പൊ ഇവൻ വന്നതിന് ശേഷമാണോ മറ്റേ പെൺകുട്ടി? അതെ അതെ, പെൺകുട്ടിയും ഏറ്റവും ഇവിടെ കൊണ്ടുവരുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മയും ഇവിടെ ഇല്ല. ആ കുട്ടിയുടെ അമ്മയും ഇവിടെ ഇല്ല. തമിഴ്നാട്ടിൽ എന്തോ ഡാൻസ് പ്രോഗ്രാമിനായിട്ട് പോയിരിക്കുന്നതാണെന്ന് പറയുന്നത്. എല്ലാം ഒരു ദുരൂഹതയാണ്. എന്താണെന്ന് അറിയത്തില്ല. കൃത്യമായി എന്തോ സിനിമാറ്റിക് ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്സവ ഷോകളിലൊക്കെ കാണിക്കുന്നതാണ്. എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പോലീസ് കൊലപാതകമാണെന്ന് തെളിഞ്ഞതിന് ശേഷം പോലീസും ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇന്നിപ്പോൾ ചാനലുകാരാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇതുപോലുള്ള ലെറ്റർ എന്തൊക്കെ കത്തിച്ചേക്കുന്നത് കണ്ടത്. ഈ പോലീസിന്റെ ഫൈൻഡിങ്സിൽ സത്യത്തിൽ വരാതിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ. ഇവിടെ കുഞ്ഞിന്റെ തുണി കത്തിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുവാണ് വേസ്റ്റുകളും മറ്റുമായിട്ട്. അപ്പൊ ഇന്നലെയാണോ വന്ന് ഇതില് കഴുകി വൃത്തിയാക്കിയിട്ട് പോയത്? പ്രതിയുടെ സഹോദരി അല്ലേ? പ്രതിയുടെ സഹോദരി അമ്മയും ഉണ്ടായിരുന്നു, പ്രതിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരി.
അതുവരെ കൊലപാതകമാണെന്ന് ധാരണയിൽ വൈകുന്നേരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അത് കൊലപാതകമാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഇവരതെല്ലാം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ആണോ അത്? വേറെയാണോ? അത് അതിന്റെ സഹോദരിയുടെ മോളൊക്കെ. അല്ല, ഇതുപോലെ വല്ല കുട്ടികളെയും മുമ്പ് അവൻ വരുത്തിയിട്ടുണ്ടോന്നും അറിയില്ല. അതും അറിയത്തില്ല, സംശയിക്കേണ്ടി. ഏതോ രീതിയിലുള്ള അവനൊരു സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള മാനസികാവസ്ഥയുണ്ട്. അതെ അതെ. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കേട്ടത് ശരിയാണെങ്കിൽ കുഞ്ഞിന്റെ ജനനേന്ദ്രിയം വരെ അതെ അതെ വളരെ നിഷ്ഠൂരമായിട്ടാണ് ചെയ്തേക്കുന്നത്. വാരിയലിലൊക്കെ വിരൽ വെച്ച് കുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 51 മുറിവുണ്ടെന്ന് പറഞ്ഞു. 51 മുറിവ് സിഗരറ്റിന്റെ കുറ്റി കൊണ്ട് കുത്തിയത്. എല്ലാം കൂടെ ചേർത്ത്. അല്ല, ഈ കുട്ടി ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാത്ത ഒരു പ്രായമാണ് ആ കുട്ടിയുടെ. 1.5 വയസ്സല്ലേ? 1.5 വയസ്സ് അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞിനെ എന്ത് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇവന്റെ മോട്ടീവ് എന്തായിരിക്കും? എന്തോ എന്തെങ്കിലും വലിച്ചു കയറ്റിയതായിരിക്കും. അല്ലാതെ ഒരു ലക്ഷ്യമില്ല. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് കൊണ്ട് അവന് നേടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ കൊല്ലേണ്ടതുള്ളൂ. അല്ല, അവന്റെ കുഞ്ഞല്ലല്ലോ, അപ്പൊ അവൻ വളർത്തേണ്ട ബാധ്യത ഇല്ലാന്ന് തോന്നി കാണും. അതായിരിക്കാം. അതാണ്. പക്ഷെ അവനിത് ആ പെണ്ണിനോട് ജീവിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ കുട്ടിയോട് കമ്മിറ്റ്മെന്റ് കാണുമല്ലോ. മൂന്നാമത്തെ കല്യാണം എന്തോ അല്ലേ ഇവന്റെ മൂന്നാമത്തെ കണ്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയത്തില്ല, ഇവിടെ വന്ന് താമസിച്ചതാണ്. ഒരു തവണ വേളം കേട്ടോണ്ട് മറ്റേ ഒരു കൊച്ചിനെ കൊണ്ട് വീടിന്റെ ഫ്രണ്ട് വന്നിരിക്കണുണ്ട്, കരഞ്ഞോണ്ടിരിക്കണുണ്ട്. എവിടെ വെച്ച്? ഇവിടെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞല്ല, ചേച്ചിയും കുഞ്ഞും കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്തായിരുന്നു ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് യാതൊരു വണ്ടി വന്നപ്പോൾ ആ വണ്ടിയിൽ കയറി പോകണുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ദേഹോപദ്രവം ചെയ്യാൻ അതിനുള്ള ആരോഗ്യമുള്ളവനാണ്. ആരോഗ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീ ഒരുപക്ഷെ പറയാത്തതാവാം, ഇത് മുൻകൂർ അറിഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു സ്ഥലം തന്നെ വല്ലാത്ത ദുരൂഹത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് ആരും വരാറുപോലുമില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ക്രൈമും നടക്കാനുള്ള ചാൻസ് ഉള്ള സ്ഥലം തന്നെ. പക്ഷെ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഇത്രയും കാലം മറച്ചു വെച്ച് അവർ ഈ നാട്ടിൽ ജീവിച്ചു എന്നുള്ളതാണ്. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം, അവൻ്റെ പ്രകൃതം. ഇവിടെ നോക്കൂ, സംഭവം നടന്ന ആ ദിവസം കുഞ്ഞിൻ്റെ കയ്യിൽ കിടന്ന പ്ലാസ്റ്റർ വലിച്ചൂരിയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഇട്ട് കത്തിച്ചിരിക്കുന്നത് കാണാം. ഈ കുഞ്ഞ് കഴിഞ്ഞ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു യൂട്യൂബർ ഒരു വീഡിയോ എടുത്ത് ഇട്ടതുകൊണ്ട് വൈറലായ കുട്ടിയാണ്. അതിൻ്റെ 2 കൈയും ഒടിഞ്ഞ നിലയിൽ ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ അമ്മ തന്നെ അഖില തന്നെ കൊണ്ടുവരുമ്പോഴാണ് ആ യൂട്യൂബർ ഒരു ചലഞ്ച് കൊടുക്കുന്നത്. പൈസ എണ്ണിയെടുക്കുന്ന മെത്തേഡ് എന്തോ ആണത്. അത് കൊണ്ട് തന്നെ ആ കുട്ടി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തപ്പെട്ടൊരു കുട്ടിയാണ്. അതിൽ പറയുന്നത് ആ കുട്ടിയുടെ സൈക്കിളിൽ നിന്ന് വീണാണ് അങ്ങനെ പറ്റിയത് എന്നാണ്. വെറും 1.5 വയസ്സുള്ള കുട്ടി ഒരു 3 വീലിൽ ഓടുന്ന കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ 2 കൈയും ഒരുമിച്ച് ഒടിയാനുള്ള സാധ്യത എന്താണ്? ഇവിടുത്തെ ഈ വീടിൻ്റെ ഈ ദുരൂഹത നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ഭാഗത്തൊന്നും വേറെ വീടുകളേ ഇല്ല. ഇതൊരു കുഴിയിലാണ്, കരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തെ വീടാണിത്. ഇത് വാടകയ്ക്ക് എടുത്ത വീടാണ്. വാടക വീട്ടിൽ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് ആ ഒരു അന്തരീക്ഷം ഇട്ടേക്കുന്നത്. അവിടെ ആൾക്കാർ താമസിക്കുന്നു എന്നുകൂടി പറയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ മീഡിയ പ്രവർത്തകരാണിപ്പോൾ ഇവിടെ വരുന്നത്. മറ്റാരും തന്നെ പോലീസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒത്തിരി നാട്ടുകാർ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ ബാക്കി പത്രം എന്നോണം ധാരാളം തെളിവുകൾ നശിപ്പിച്ചതും മറ്റുമായി നമുക്ക് കാണാൻ പറ്റും. ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ഇവരെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നതാണ് ഇവിടെ താമസിക്കാനായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ് ഈ ഒരു തെളിവ് നശിപ്പിക്കൽ പ്രക്രിയയൊക്കെ നടന്നിരിക്കുന്നത്. ഈ അഷ്കർ എന്ന് പറയുന്ന യുവാവിനെയും അതുപോലെ തന്നെ അഖിലയുടെ ആദ്യത്തെ ഭർത്താവ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അദ്ദേഹത്തെയും അഖില കണ്ടുമുട്ടുന്നത് ഈ ഡാൻസ് ട്രെയിനിങ് കളരിയിൽ വെച്ചാണ്. അവിടെ ഉള്ള പരിചയമാണ്. അപ്പോൾ ആദ്യത്തെ യുവാവിൻ്റെ മരണവും അന്വേഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട് അവരുടെ ബന്ധുക്കൾ. നമ്മൾ ആ വീഡിയോ അടുത്ത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അഷ്കറിൻ്റെ
ക്രൂരതയ്ക്ക് വിധേയായ മറ്റൊരു കുട്ടി ചൂഴമ്പാല ആത്മഹത്യ ചെയ്തിരുന്നു. വേറൊരു കുട്ടി അതുപോലെ അവൻ ഉപദ്രവിച്ച കുട്ടി കോമ സ്റ്റേജിൽ ചികിത്സയിലാണെന്ന് പറയുന്നു. ശരിക്കും സങ്കീർണമായ ഒരു കേസായി മാറുകയാണ് ഇത്. ഇന്നലെ ഈ കുട്ടിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടുന്നതും ആംബുലൻസ് കയറ്റുന്നതൊക്കെ കണ്ടതല്ലേ? അപ്പം ഈ അഷ്കർ എന്ന് പറയുന്ന ആ യുവാവ് ഈ ക്രൂരകൃത്യം ചെയ്തിട്ടാണ് എടുത്തോണ്ട് ഓടണെന്ന് നാട്ടുകാർക്ക് തോന്നിയോ? തോന്നിയില്ല. അപ്പൊ കൊച്ചിനെന്തോ എന്തെങ്കിലും ചോറ് കൊടുത്തപ്പോ തൊണ്ടയ്ക്ക് ഇനിയെന്നും പറഞ്ഞാണ് ഇവിടെയൊക്കെ അറിവ്. അങ്ങനെ എടുത്തോണ്ട് ഓടിയപ്പോഴും ആൾക്കാരോട് കൊച്ചിനെന്തോ ശ്വാസം മുട്ടലോ തൊണ്ടയിൽ ചോറ് പിരിഞ്ഞ് മണ്ടേ കയറുമല്ലോ കൊച്ചുങ്ങൾ ചോറ് കൊടുക്കുമ്പോൾ. അങ്ങനെ എന്താണെന്നും പറഞ്ഞാണ് നാട്ടുകാരിരുന്നത്. അവസാനം ഇന്നലെയൊക്കെ അല്ലേ വിശേഷങ്ങൾ അറിയണത്. 108 വിളിച്ചാണ് കൊണ്ടുപോയത്. ഓ എടുത്തോണ്ട് ഓടുമ്പോൾ തോളത്തിട്ടിരുന്നു. കോളത്തിട്ടിരുന്നു. അപ്പൊ കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നോ കുഞ്ഞിന്റെ? അപ്പോഴൊന്നും ഇല്ല, അതൊക്കെ ഇളക്കി. ഇല്ല, അത് ഇളക്കി തനിയെ ഇളക്കി വീട്ടിന്റെ അടുത്ത് ഇട്ടേക്കോ. തന്നെ? ഓ അത് ശരി. ഞാൻ ഈ കൊച്ചിനെ പ്ലാസ്റ്റർ ഇട്ടേ പിന്നെ കണ്ടില്ല. നമ്മളങ്ങനെ സഹകരണമില്ല ഇവിടെ. നിങ്ങൾ വന്നിട്ടേ വാടകക്കാരല്ലേ, അതുകൊണ്ട് പിന്നെ ആ പെണ്ണ് ഇവിടെ കടയിൽ ഒന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ താമസിക്കണം. അപ്പൊ താഴെയൊന്നും അവിടെ 5-6 പേരുണ്ടെല്ലാം കൂടെ ആ വീട്ടില് ഉള്ളവരെല്ലാം. ഒരു വയസ്സായവരുണ്ട്, പിന്നെ അവരെ മോളുണ്ട്. ഇത് മോനാണ്. ഇപ്പൊ ആരും ഇല്ല അവിടെ. എല്ലാം കൂട്ടിയിട്ട് പോയി. എല്ലാരും പോയി. പോകുന്നതിന് മുമ്പ് തറയൊക്കെ നന്നായിട്ട് കഴുകിയിരിക്കുന്നു. തുണിയൊക്കെ എടുത്തിട്ട് കത്തിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, അത് തലേ ദിവസം ഈ സംഭവം നടക്കുന്ന വൈകുന്നേരം കൊണ്ട് അവന്റെ ഉമ്മയും 2 പിള്ളേരുമായിട്ട് വന്നെന്ന് പറഞ്ഞാട്ടോ. അന്ന് കഴുകിയതായിരിക്കും. ഈ ബാക്കി ആർക്കും ഈ നാട്ടുകാരോട്ടൊന്നും സഹകരണമില്ല. അവരാ ഇല്ലല്ലോ. ഇല്ല. ആ ഒരു മോള് കരിക്കുഴിയും ബേക്കറിയിലാണ് നിൽക്കണത്. ഇവരെ മോള്, ഇവന്റെ സഹോദരി. 2 വണ്ടിയുണ്ട് അവിടെ. ഒരു വലിയ വണ്ടി കിടന്നു, അതിപ്പോൾ 2 ദിവസം കൊണ്ട് കാണാനില്ല. അവൻ്റെ അളിയെ ഓട്ടിക്കണം. ഇതമ്മ ഓട്ടിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അവരെ പറ്റി അത്ര നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ പിന്നെ അഷ്കർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ട് നാട്ടുകാരോട് യാതൊരു വിധമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നില്ലല്ലേ? ഇവിടെ ഇല്ല. ഇവനൊരു ഫ്രോഡാണെന്ന് കണ്ടവരൊക്കെ പറയുന്നു. എന്തുകൊണ്ടാവും? അവന് വല്ല മദ്യപാനിയാണോ? അതിനെ പറ്റിയൊന്നും അറിയില്ല. മദ്യപിച്ചും കണ്ടിട്ടില്ല. ഇല്ല. ഇവിടെ വരുന്നു പോകുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഇതുവരെയ്ക്കും ആളെ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ നാട്ടുകാർ അഷ്കറിന്റെ വാഹനം ഇവിടെ റോഡരികിൽ ആരോ അക്രമികൾ തല്ലിപ്പൊളിച്ച നിലയിലാണ് ഉള്ളത്. അത് ഇന്നലെ രാത്രി എപ്പോഴോ നടന്നതാണ്. ജനരോക്ഷം വളരെ അധികമാണ് ഈ നാട്ടിൽ. പ്രതിയെ ഇന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ഉടൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നന്ദി.